ഗാസയിലെ ജനങ്ങൾ ഇന്നലെ വലിയൊരു പ്രകടനം ഹമാസിനെതിരെ നടത്തുകയുണ്ടായി. എന്താവാം ഇത്തരത്തിലൊരു രോഷ പ്രകടനത്തിന്റെ പിന്നിലെ കാരണം? നമസ്കാരം മീര. ഈ നമ്മളെല്ലാവരും പ്രത്യേകിച്ച് കേരള മാധ്യമങ്ങളൊക്കെ പറയുന്നത് ഹമാസ് അല്ലെങ്കിൽ പാലസ്തീനിലെ ജനങ്ങൾ ഹമാസിന് പൂർണ്ണ പിന്തുണയാണ്, എന്തും സഹിച്ച് അവരുടെ കൂടെ നിൽക്കുമെന്നൊക്കെയായിരുന്നു. പക്ഷേ ഇന്നലെ, അതായത് 2025 മാർച്ച് 25 ഹമാസിൻ്റെ എതിരായിട്ട് ഒരു അപൂർവമായ പൊട്ടിത്തെറി പാലസ്തീനിലുണ്ടായി. ഇത്തവണ പൊട്ടിത്തെറിച്ചത് ബോംബല്ല. അതായത് ബെയ്റ്റ് ലാഹിയ എന്ന് പറയുന്ന സ്ഥലത്തെയും ജബാലിയ റെഫ്യൂജി ക്യാമ്പിലെയും ജനങ്ങൾ ഉത്തര ഗാസയിൽ, അതായത് ഗാസയ്ക്ക് നോർത്തും വെസ്റ്റും ഉണ്ട്, നോർത്തും സൗത്തും ഉണ്ട്. അതിൽ ഉത്തര ഗാസയിലെ വിവിധ ഭാഗങ്ങളിൽ നൂറുകണക്കിനാണ് പാലസ്തീനികൾ തെരുവിലിറങ്ങി ഹമാസിനെതിരെ പ്രതിഷേധിച്ചത്. അവർ വിളിച്ചു പറഞ്ഞ പ്രത്യേക ചില സ്ലോഗൻസ് ഉണ്ട്, മുദ്രാവാക്യങ്ങളുണ്ട്. ഹമാസ് ഔട്ട്, ഹമാസ് ടെററിസ്റ്റ്. ഇതുവരെ നടന്നിട്ടില്ലാത്ത, 2019 ഇത്തരം ഒരു സംഭവം അവിടെ ഉണ്ടായിട്ടുണ്ട്. അതിനെ അടിച്ചമർത്തിയതിന് ശേഷം നാളിതുവരെ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒരു ഹമാസ് പോകണം, പുറത്തു പോകണം, ഹമാസ് ടെററിസ്റ്റുകൾ, ഹമാസ് തീവ്രവാദികളാണെന്ന് പറഞ്ഞിട്ടാണ് നൂറുകണക്കിന്, ചെറിയ നമ്പറല്ല, നൂറുകണക്കിന് പാലസ്തീൻകാർ അവിടെ പ്രകടനം നടത്തിയത്. മാത്രമല്ല അവർ ചില പ്ലക്കാർഡുകൾ പിടിച്ചിരുന്നു. സ്റ്റോപ്പ് ദ വാർ, യുദ്ധം നിർത്തുക. വി വാണ്ട് പീസ്, അതായത് വി വാണ്ട് ടു ലിവ് ഇൻ പീസ്, ഞങ്ങൾക്ക് സമാധാനമായി ജീവിക്കണം. നോ മോർ ഹങ്കർ, അതായത് പട്ടിണി ഇനി ഞങ്ങൾക്ക് വേണ്ട. ഇത്തരം പ്ലക്കാർഡുകളാണ് പിടിച്ചത്. ഇത് സാധാരണഗതിയിൽ ഉണ്ടാകാറില്ല. ടെലഗ്രാം പോലുള്ള സോഷ്യൽ മീഡിയയിൽ കൂടിയാണ് ഇതിനുള്ള ആഹ്വാനം വന്നത്. നമ്മളൊരു വാട്സപ്പ് ഹർത്താൽ കേരളത്തിൽ കേട്ടിട്ടുണ്ട്. അതുപോലെ ടെലഗ്രാമിൽ കൂടിയുള്ള ഒരു ആഹ്വാനത്തെ തുടർന്നാണ് ജനങ്ങൾ ഒത്തുകൂടിയത്. അപ്പോൾ അവർ പറയുന്നത്, ഞങ്ങൾ രാഷ്ട്രീയമല്ല ഞങ്ങൾക്ക് വേണ്ടത്, ഇനി വിശപ്പിൻ്റെ പീഡനം, വിശപ്പ് സഹിക്കാനാകുന്നില്ല, അതുകൊണ്ടാണ് ഞങ്ങൾ തെരുവിലിറങ്ങിയത്, ഞങ്ങൾക്ക് ജീവനാണ് പ്രധാനം. ഇതാണ്. അപ്പോഴും ഈ ഹമാസിൻ്റെ സിവിൽ ഫോഴ്സസ്, അല്ലെ സെക്യൂരിറ്റി ഫോഴ്സസ് സിവിൽ ഡ്രസ്സിൽ വന്ന്, മിലിറ്ററി ഡ്രസ്സിലല്ല, സിവിൽ ഡ്രസ്സിൽ വന്ന് ഇവരെ പിരിച്ചുവിടുകയാണ് ചെയ്തത്. ഇതാണ് ഇങ്ങനത്തെ ഒരു അടിച്ചമർത്തലുകൾ എല്ലാ പ്രാവശ്യവും ഉണ്ടായിരുന്നു. ഇനി എന്താണ് ഈ പ്രൊട്ടസ്റ്റിൻ്റെ പ്രസക്തി എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടതാണ്. നമുക്കറിയാം, ഒക്ടോബർ 7, 2023 ശേഷം ഗാസ സ്ട്രിപ്പ് എന്നാണ് അതിനെ പറയുന്നത്, ഏറ്റവും വലിയ ആൻറ്റി ഹമാസ് പ്രൊട്ടസ്റ്റാണ് ഇന്നലെ നടന്നത്. അപ്പോൾ ഇതിനകത്ത് അവർക്ക് ഇത് മതിയായി എന്നുള്ളതാണ്, പാലസ്തീനിൽ ഗതികേട് അനുഭവിക്കുന്നവർക്ക് ഇത് മതിയായി എന്നുള്ളതാണ് ഇതിൻ്റെ ഹമാസിൻ്റെ റൂള് മതിയായി എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല എന്നുള്ളതാണ് വാസ്തവം. 2008 മുതൽ ഗാസയിൽ ശരിക്കും പറഞ്ഞാൽ പാലസ്തീൻ്റെ ഹമാസിന് വലിയൊരു റോളുണ്ട്. 2008 ഇത് ആദ്യമായിട്ട് വരുന്നത്, അല്ലെ 2006 വരുന്നത്. 2008 മുതൽ ഇത്തരം പ്രശ്നങ്ങളുണ്ട്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഗാസയിലെ മരണങ്ങൾ നമ്മൾ 2008 മുതൽ 2025 വരെ ഒന്ന് പരിശോധിക്കുന്നത് വളരെ ഒരു പ്രാക്ടിക്കലായ ഒരു കാര്യമാണ്. ഈ ഓപ്പറേഷൻ കാസ്റ്റ് ലീഡ് എന്ന് പറഞ്ഞ് ഇസ്രായേൽ ഒരു ഓപ്പറേഷൻ നടത്തി 2008, 2009. 1400 പേരാണ് അന്ന് മരിച്ചത്. ഞാൻ ഈ പറയുന്ന ഓരോ മരണത്തിൻ്റെ കണക്കും ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. അടുത്തതായിട്ട് ഓപ്പറേഷൻ പില്ലർ ഓഫ് ഡിഫൻസ് എന്ന് പറഞ്ഞ് 2012 ഇസ്രായേലിൻ്റെ ഓപ്പറേഷനിൽ 170 പേരാണ് മരിച്ചത്. ഇതെല്ലാം സിവിലിയൻസാണ്. ഓപ്പറേഷൻ പ്രൊട്ടക്റ്റീവ് എഡ്ജ് എന്ന് പറഞ്ഞ് 2014 2200 പേര് കൊല്ലപ്പെട്ടു. അടുത്തത് ഗ്രേറ്റ് മാർച്ച് ഓഫ് റിട്ടേൺ പ്രൊട്ടസ്റ്റ് എന്ന് പറഞ്ഞൊരു തിരിച്ചൊരു പ്രകടനം നടത്തിയപ്പോൾ 2018-19 300 പേർ മരിച്ചു. മെയ് കോൺഫ്ലിക്റ്റ് എന്നറിയപ്പെടുന്ന 2021 260 പേര് മരിച്ചു. ഇനി ഇതെല്ലാം കൂടെ ഏകദേശം ഒരു 3000-4000 പേര് വരും. എന്നാൽ ഈ ഒക്ടോബർ 7, 2023 ഒക്ടോബർ 7 പുതിയ യുദ്ധം ഇസ്രായേലിലോട്ട് ഹമാസ് ആക്രമണം നടത്തിയതിന് ശേഷം അവിടെ മരിച്ചിരിക്കുന്നത് ഏകദേശം 50,000-ന് മുകളിലാണ്. ഒരു വലിയ ഞെട്ടിക്കുന്ന സംഖ്യയാണ്. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ 2008 മുതൽ 2025 ഈ നാൾ വരെ ഏകദേശം 55,000-ഓളം
പാലസ്തീൻകാർ ഇസ്രായേലുമായിട്ടുള്ള ആക്രമണത്തിലും യുദ്ധത്തിലും കൊല്ലപ്പെട്ടു എന്നുള്ളത് വളരെ ദുഃഖകരമായ ഒരു കാര്യമാണ്. ഇതിനൊക്കെ കാരണം ഹമാസ് ആണ് എന്നാണ് പാലസ്തീനിലെ ഒരു വലിയ വിഭാഗം ഇതേക്കുറിച്ച് ചിന്തിക്കുന്നത്. ഈ എപ്പോഴാണ് ഈ പാലസ്തീൻ ഭാഗത്ത് ഹമാസിൻ്റെ ഉദയം എന്നുകൂടി നമ്മൾ ചിന്തിക്കുന്നത് വളരെ നന്നായിരിക്കും. ആദ്യമായിട്ട് 2006-നും 2007-നും ഇടയ്ക്കാണ് ഈ ഹമാസിൻ്റെ ഉയർച്ച, ഹമാസ് അവിടോട്ട് കടന്നു വരുന്നത്. 2006 ആദ്യമായിട്ട് ഹമാസ് പാലസ്തീൻ അസംബ്ലി ഇലക്ഷൻ, ലെജിസ്ലേറ്റീവ് ഇലക്ഷനിൽ ജയിച്ചു 2006. 2007 ഇവർക്കൊരു എതിർ വിഭാഗം ഉണ്ടായിരുന്നു. അതിനെ ഫഥ എന്നാണ് പറയപ്പെടുന്നത്. FATH ഫഥ എന്നറിയപ്പെടുന്ന അവരെ ബലം പ്രയോഗിച്ച് പുറത്താക്കി ഗാസ സ്ട്രിപ്പിൻ്റെ പൂർണ്ണ നിയന്ത്രണം ഹമാസ് ഏറ്റെടുക്കുന്നത് 2007. പക്ഷേ അതിനുശേഷം ഈ ഇസ്രയേലും ഈജിപ്തും ഇവർക്ക് കടുത്ത ഉപരോധങ്ങളാണ് ഏർപ്പെടുത്തിയത് അന്ന് മുതൽ. അപ്പോൾ അവർ ആഹാരമായിക്കോട്ടെ, ഇന്ധനമായിക്കോട്ടെ, മെഡിക്കൽ സപ്ലൈ ആയിക്കോട്ടെ, ഇതെല്ലാം ഇസ്രായേൽ മാത്രമല്ല ഈജിപ്തും ഇങ്ങോട്ടുള്ളത് കട്ട് ചെയ്തു ഹമാസിനെ നിയന്ത്രിക്കാൻ വേണ്ടി. ഈ 2008 മുതൽ 2021 വരെ ധാരാളം യുദ്ധങ്ങൾ ഹമാസും ഇസ്രായേലുമായിട്ട് നടത്തിയിട്ടുണ്ട്. 2008, 2012, 2014, 2021 ധാരാളം യുദ്ധം ഹമാസും ഇസ്രായേലുമായിട്ട് നടത്തിയിട്ടുണ്ട്. അതിനകത്താണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആയിരങ്ങളാണ് കൊല്ലപ്പെട്ടത്. അവിടെയുള്ള എല്ലാ ഇൻഫ്രാസ്ട്രക്ചറുകൾ, അതായത് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് ഉദ്ദേശിക്കുന്നത് സ്കൂളുകൾ, ആശുപത്രി, വാട്ടർ സപ്ലൈ, സ്യൂവേജ് എന്ന് പറഞ്ഞാൽ അഴുക്ക് വെള്ളം പോകാനുള്ള മാർഗങ്ങൾ, അങ്ങനെ ഒരു വല്ലാത്ത ഒരു ഗതികേടിലാണ് ഈ പാലസ്തീൻ ജനത ഈ ഗാസ സ്ട്രിപ്പിൽ കഴിഞ്ഞുകൊണ്ടിരുന്നത്. അതിനെതിരായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, 2019 ഇതൊന്നും നമ്മുടെ മലയാളം മീഡിയകൾ പൊതുവെ പറയാത്ത കാര്യങ്ങളാണ്. 2019 ഞങ്ങൾക്കും ജീവിക്കണമെന്ന് പറഞ്ഞൊരു വലിയ മൂവ്മെൻറ്റ് അന്ന് അവിടെ ഉണ്ടായി. 2019 പാലസ്തീൻ ജനത ഹമാസിനെതിരായിട്ട് ഞങ്ങൾക്കും ജീവിക്കണം, വി വോണ്ട് ടു ലിവ് എന്ന് പറഞ്ഞ ഒരു വലിയ മൂവ്മെൻ്റ് ഉണ്ടായി. പക്ഷേ അതിനെ ക്രൂരമായി ഹമാസ് അടിച്ചമർത്തി എന്നുള്ളതാണ്. അവരെ അറസ്റ്റ് ചെയ്തു, അവരെ ഉപദ്രവിച്ചു, അവരെ അടികൊടുത്തു, മർദ്ദിച്ചു, അങ്ങനെ തട്ടിക്കൊണ്ടുപോയി, പലരും കാണാതായി. അപ്പോൾ ഇങ്ങനെ ഒരു വലിയ പ്രശ്നം വന്ന് അത് ഒതുക്കപ്പെട്ടു. വീണ്ടും അത് ഹമാസിൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിലായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇതിനകത്ത് എല്ലാ ഇക്വേഷൻസും മാറ്റി ഒരു ഗെയിം ചേഞ്ചർ സംവിധാനമായ ഒക്ടോബർ 7, 2023 ഈ ഹമാസ് ഇസ്രായേലിനെ ആക്രമിക്കുന്നത്. അന്നറിയാം നമുക്ക് ആ ആക്രമണത്തിൽ ഏകദേശം 1200ഓളം ഇസ്രായേലികൾ കൊല്ലപ്പെട്ടു എന്നാണ് ഔദ്യോഗിക ഭാഷ്യം. ചിലപ്പോൾ അത് കൂടുതലാകാം, കുറവാകാം. ഏകദേശം 200 ഇസ്രായേലുകാരെ തടവുകാരായിട്ടും പിടിച്ചു. അതിന് ഇസ്രായേൽ നൽകിയ അടി എന്ന് പറയുന്ന ഇതുവരെ ചരിത്രത്തിൽ കാണാത്ത ഒരു യുദ്ധമായിരുന്നു. ഈ ഗാസ തുടച്ചു നീക്കും, ഗാസ തകർത്ത് തരിപ്പണമാക്കും, ഹമാസിനെ തുടച്ചു നിൽക്കുമെന്ന് പറഞ്ഞിട്ടാണ് അവർ യുദ്ധം തുടങ്ങിയത്. അപ്പോൾ എന്തു പറ്റിയെന്ന് പറഞ്ഞാൽ വളരെ ശക്തമായ വ്യോമാക്രമണങ്ങൾ, സൈന്യം ടാങ്കുകൾ ഉപയോഗിച്ച് ഗാസയിലോട്ട് പ്രവേശിക്കുക, കംപ്ലീറ്റ് ഗാസ ഇടിച്ച് നിരപ്പാക്കി. അപ്പോൾ അതിനകത്താണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏകദേശം 50,000-ഓളം ആളുകൾ, അത് വെറും മിക്കവാറും ഒക്കെ സാധാരണക്കാരാണ്, കുറേ ഇതൊക്കെ ഉണ്ടാകും. എന്നാൽ ഈ യുദ്ധത്തിൻ്റെ ഇടയിൽ വലിയ പ്രശ്നമാണ്. നമ്മൾ കാണാത്തൊരു കാര്യം, ഈ വല്ലാത്ത ആഹാരത്തിന് ഉള്ള ഷോർട്ടേജാണ്, വിശപ്പ്. മാത്രമല്ല ആശുപത്രികൾ, സ്കൂളുകൾ, വീടുകൾ എല്ലാം തകർന്ന് തരിപ്പണമായി. ഇലക്ട്രിസിറ്റി ഇല്ല, ശുദ്ധജലമില്ല, വെള്ളം, മലിനജലം ഒഴുകിപ്പോകാനുള്ള സംവിധാനങ്ങളില്ല, മെഡിക്കൽ സംവിധാനങ്ങളില്ല, സേഫായിട്ട് ഒരു സ്ഥലവുമില്ല, അതായത് ആക്രമിക്കാത്ത ഒരു സ്ഥലവുമില്ല. അപ്പം ഇത് അവർക്ക് സഹിക്കാവുന്നതിൻ്റെ അപ്പുറത്താണ്. അതുകൊണ്ടാണ് ഇന്നലെ വലിയ ഒരു പ്രകടനം, എന്തുകൊണ്ടതുണ്ടായി എന്നറിഞ്ഞില്ല, പക്ഷേ അതൊരു വലിയ പ്രകടനം ഇന്നലെ ഗാസ സ്ട്രിപ്പിൽ ഹമാസിനെതിരായിട്ട് പാലസ്തീൻകാർ തന്നെ ഉണ്ടായത്. അവർക്ക് വേറൊന്നും വേണ്ട, അവർക്ക് ജീവിക്കണം, അവർക്ക് ഭക്ഷണം വേണം, അതിനുള്ള സംവിധാനം ഇവർ ചെലക്കണം. അപ്പോൾ അതുകൊണ്ട് മാത്രമല്ല, ഓരോ പ്രാവശ്യം നമ്മൾ നോക്കുകയാണെങ്കിൽ അറിയാം, ഇസ്രായേൽ പറയും ഇന്ന് നിങ്ങൾ ഇവിടുന്ന് ഒഴിഞ്ഞു പോകണമെന്ന് പറയുമ്പം അവർ മറ്റൊരു സ്ഥലത്തോട്ട് പോകും, അടുത്ത ദിവസം അവിടെ നിന്ന് ഒഴിഞ്ഞു പോകണമെന്ന് പറയും. ഇതിങ്ങനെ ബോംബ് ചെയ്ത് നിരപ്പാക്കി വരുമ്പം അവർ ഒരു പ്രാവശ്യമല്ല ഒരു സ്ഥലത്തു നിന്ന് പിൻവാങ്ങേണ്ടി വരുന്നു, പല തവണ കുട്ടികളെയും സ്ത്രീകളെയും കൊണ്ട് പിൻവാങ്ങേണ്ടി വരുന്നു. പലപ്പോഴും അവരെ മനുഷ്യ കവചമായി ആശുപത്രികളിലും സ്കൂളുകളിലും ഉപയോഗിക്കുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ, അപ്പോൾ അവർ പലപ്പോഴും ആവശ്യപ്പെട്ടിരുന്നത്
ഹമാസ് ഇവിടം വിട്ടു പോകണം എന്നും ആവശ്യപ്പെട്ടിരുന്നു. പലപ്പോഴും മനുഷ്യരെ ഹ്യൂമൻ ഷീൽഡായിട്ട് ഉപയോഗിച്ചു. ഇതൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ വലിയ പ്രശ്നമായി. അങ്ങനെ ഹമാസിനെതിരെ ഉള്ള ഒരു ദിവസം, ഞാനിത് പറയാൻ കാര്യം, നമ്മളിവിടെ പലരും പറയുന്നത് പോലെയല്ല, അല്ലെങ്കിൽ കേരളത്തിൽ പ്രചരിക്കുന്നത് പോലെയല്ല. ഹമാസിനെതിരെയുള്ള പ്രതിഷേധം അവിടെ പണ്ടേ ഉണ്ട്. പക്ഷേ ഹമാസിൻ്റെ ഉരുക്ക് മുഷ്ടി മൂലം അവിടുത്തെ സാധാരണ ജനങ്ങൾക്ക് അതിനെതിരെ പറയാനുള്ളൊരു അവസരം കിട്ടിയില്ല എന്നുള്ളതാണ് വാസ്തവം. ഇപ്പം വീണ്ടും പ്രശ്നം തുടങ്ങി, വീണ്ടും ഗുരുതരമായ സാഹചര്യത്തിലോട്ട് പോകുന്നത് കണ്ടപ്പോൾ വളരെയധികം പേര് മരിക്കുന്നത് കണ്ടിട്ട് സഹികെട്ട് അവർ പുറത്തിറങ്ങി എന്ന് വേണം മനസ്സിലാക്കാൻ. ഇത് എത്ര നാൾ ഇതിങ്ങനെ പോകുമെന്നറിഞ്ഞില്ല. എന്തായാലും ഇങ്ങനൊരു സംഭവം അവിടെ ഉണ്ടായി എന്നുള്ളതാണ് സത്യം. അതൊരു പക്ഷേ നമ്മുടെ മലയാള മീഡിയകൾ ഹമാസിനെ പിന്തുണയ്ക്കുന്നവരായതുകൊണ്ട് അത് പറയാൻ സാധ്യതയില്ലാത്തതുകൊണ്ട് ആ വിഷയം നമ്മൾ ചർച്ചയ്ക്കെടുത്തു എന്നതാണ് സത്യം. ഹമാസിനെ അനുകൂലിച്ച് ഇന്ത്യയിൽ വരെ സംസാരങ്ങൾ, അതും MP-മാർ വരെ സംസാരിക്കുന്ന സാഹചര്യത്തിൽ പാലസ്തീൻ ജനങ്ങൾ ഹമാസിനെതിരെ തിരിഞ്ഞു എന്നുള്ളത് പറയേണ്ട അല്ലെങ്കിൽ ചർച്ച ചെയ്യേണ്ട വിഷയം തന്നെയാണ്. അത് നമ്മൾ പറയില്ലേ, കൂടെ കിടക്കുന്നവനെ രാപ്പനി അറിയുള്ളൂ. ഇത് നമുക്കിവിടെ നിന്ന് വലിയ കാര്യങ്ങൾ പറയാം. അനുഭവിക്കുന്നവർക്കാണ് അതിൻ്റെ ബുദ്ധിമുട്ട്. ലോകത്ത് ഏത് ജനതയ്ക്കാണ് യുദ്ധം വേണ്ടത്? യുദ്ധം വേണ്ട ജനത വളരെ അപൂർവമാണ്. പലപ്പോഴും രാഷ്ട്രീയ നേതാക്കൾ തന്ത്രപരമായി രാഷ്ട്രീയപരമായി അവരുടെ ആവശ്യങ്ങളും അവരുടെ പവർ എൻഫോഴ്സ് ചെയ്യാനും വേണ്ടിയാണ് പലപ്പോഴും യുദ്ധങ്ങൾ നടത്തുന്നത്. പാവങ്ങൾ സാധാരണ ജനക്കാർ പലപ്പോഴും അതിനകത്ത് പെട്ടുപോകുന്നതാണ്. അവർ ഇതിൻ്റെയൊക്കെ ഉന്നത നേതാക്കന്മാർ ഖത്തറിലും വേറെ പല ഇറാഖിലും അല്ലെങ്കിൽ ഇറാനിലും ഒക്കെ ഇരുന്നിട്ടാണ് ഇത് പലപ്പോഴും നിയന്ത്രിക്കുന്നത്. വളരെ കുറച്ച് പേരാണ് അവരുടെ യഥാർത്ഥമായി ആ യുദ്ധ രംഗത്തുള്ളത്. അവിടെ ഉള്ളത് പലപ്പോഴും സ്ത്രീകളും കുട്ടികളും ഭക്ഷണവും ഇല്ലായ്മയും പട്ടിണിയുമാണ്. ഇതാണൊരു വലിയ ഗതികേട് എന്നുള്ളതുകൊണ്ട് ന്യായമായും അവരങ്ങനെ പ്രതികരിക്കും. അതെ, സത്യം ലോകം അറിയട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.